ഹലോ ഗൈസ്, ഇന്ന് ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. പലരും നമ്മളെ എത്തി നോക്കും, നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ബാ, നമുക്ക് ഡവിൻ്റെ ക്രീം മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാമല്ലേ. ഇടാം. കറണ്ട് ഇല്ല ഗൈസ്, കറണ്ട് രാവിലെ പോയി. സൺസ്ക്രീൻ, പിൽഗ്രിമിൻ്റെ സൺസ്ക്രീൻ. കുറേ നാളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കളർ തന്നെ ഇങ്ങനെ ഫൗണ്ടേഷൻ പുറത്ത്. പക്ഷെ ഇടുമ്പോൾ അങ്ങനെ ഭയങ്കര ഫൗണ്ടേഷൻ അങ്ങനെ ഒരു ടൈപ്പല്ല. ഇങ്ങനെ 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 ഇട്ട് വരുമ്പോൾ ഇങ്ങനെ കുറേ ഡോട്ടാറ്റിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ചെയ്യണം. സാധാരണ നമ്മൾ ഇടുമ്പോൾ എന്നിട്ട് വെയിറ്റ് ചെയ്ത് അടുത്ത് ഇടണം. നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ എല്ലാം കൂടി മൊത്തം ഇങ്ങനെ വാരിപ്പൊത്തും. അങ്ങനെ ചെയ്യാൻ പാടില്ല. വെട്ടമില്ല, അതാണ് ഗൈസ് കാര്യം. ഇതിനകത്ത് സ്പിൻസിൻ്റെ പൗഡറാണ്. ഇങ്ങനെ പൗഡർ ഇട്ടില്ലെങ്കിൽ അത് മതി ഇന്ദിരാ കണക്കിൽ. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ അടച്ചെടുക്കണം പൗഡർ ഇട്ട്. ചിലപ്പോൾ കോമ്പാക്റ്റിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് കഥകളിയെ പോലെ പോവും. എപ്പോഴും ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ ഒരു ബാഗിൽ എപ്പോഴും എപ്പോൾ എവിടെയാണ് നിൽക്കണേന്ന് അറിഞ്ഞൂട. അതുകൊണ്ട് ഇതാണ് ഇടാം. ഇതും ഡാംഡോക്കിൻ്റെയാണ്. നല്ല ലിബാമാണ്, നല്ല വലിയ ലിബാണ്. ഈ ഒരു സാധനം വെച്ച് ഐബ്രോന്ന് പൗഡർ ഇടുമ്പോഴത്തേക്ക് ഐബ്രോ ഒരുമാതിരി ഇങ്ങനെ വെള്ളച്ചി കണക്കിരിക്കില്ലേ, അതൊന്ന് മാറ്റി കൊടുക്കാം. നമ്മളിങ്ങനെ ഒരുങ്ങുമ്പോൾ എല്ലാവരും പൊട്ടിയെന്നൊക്കെ പറയും. നമ്മളത് മൈൻഡ് ചെയ്താൽ ഈ പൊട്ടിയെന്നൊക്കെ പറഞ്ഞ് നടക്കാം. ഇപ്പം അതിനേക്കാളും പൊട്ടിയിട്ടാണ് നടക്കുന്നത്. നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. പറയണവരവിടെ പറയും. NYBയുടെ കാജലാണ് അത് എഴുതിയിരുന്നതൊക്കെ പോകും. താഴെ മീനി നമ്മൾ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇത് വെരി മിസ്സിൻ്റെ ഇതാണ്. എന്താണ് അയ്യന്നൂർ വരയ്ക്കണോ, വരച്ചേക്കാം അല്ലേ കുറച്ച്, ഇല്ലെങ്കിൽ അത് മാത്രം ഇരിക്കൂലേ. അത് വെരി മിസ്സിൻ്റെ മതി പെന്നൈലൈനറാണ്. പക്ഷെ അത് കുഴപ്പമൊന്നും വെച്ചാൽ നമ്മൾ ഈ ക്രീമൊക്കെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പം ഇങ്ങനെ തുണി എടുത്തിട്ട് ഉണ്ടാക്കണം. ജസ്റ്റ് ഒരു ആറിട്ട് കൊടുക്കാം. പക്ഷെ ഇതൊരു വല്ലാത്ത കാലായി പോയോ. കുഴപ്പമില്ല. അതിൻ്റെ തന്നെ മസ്കാര. പക്ഷെ നല്ല മസ്കാര.
എല്ലാവരും ഫൗണ്ടേഷനാണ് എനിക്കിഷ്ടം. അടിപൊളി ഫൗണ്ടേഷനാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ ലിപ്സ്റ്റിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിച്ച കളറല്ല വന്നു. അപ്പോൾ കളർ അത് തന്നെ, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറുണ്ടല്ലോ, അതല്ല വന്നത്. അതുകൊണ്ട് കൊള്ളി എന്നെ ഇവിടെ എപ്പോഴും ഇടും പോലത്തെ എൻ്റെ കളർ ലിപ്സ്റ്റിക്ക്. ഈ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് നിൽക്കണോണ്ടായിരിക്കും മിക്കവാറും എല്ലാവരും എന്നെ ബംഗാളി എന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. വന്നിട്ട് മലയാളം പോലും നേരെ ചൊവ്വ അറിഞ്ഞുകൂടാത്ത എൻ്റെ അടുത്ത് ബംഗാളിലും ഹിന്ദിയിലൊക്കെ സംസാരിക്കും. അവർക്ക് പൊന്മുടി പോയപ്പോഴത്തേക്ക് മലയാളീസാണ്, അവർക്ക് ഹിന്ദി അറിയാമെന്നുള്ളത് എൻ്റെ അടുത്തൊന്ന് ചെരുപ്പ് കൈ പിടിച്ചു, ആ കറണ്ട് വന്നു, ചെരുപ്പ് കൈ പിടിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഹിന്ദിയിൽ എന്തൊക്കെയാ പറയണം. പിന്നെ അത് മാത്രമല്ല, എന്തിന് അവർക്ക് ട്രെയിനിൽ പോയപ്പോഴും അവരും മലയാളികളാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ആവുമല്ല, അതെന്നെ കണ്ട ബംഗാളി ലുക്കൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലേ ഭയങ്കര കളറല്ലേ, കുഴപ്പമൊന്നുമില്ല. എടുത്ത് കണ്ണു വരച്ചത് വാ. അപ്പോൾ നമ്മൾ ഒരുങ്ങി ഗൈസ്, ഒരുങ്ങി. പക്ഷേ ഐബ്രോ വരച്ചത് ശരിയായ എല്ലാവരും കൂടുതലായിട്ട് തോന്നണം. ഇരുട്ടത്തൊരുങ്ങി ഇങ്ങനെ തന്നെയല്ലേ, ലിപ്സ്റ്റിക്ക് മാത്രമേ കൂടുതലുള്ളൂ, വേറെ ഒന്നും കൂടുതലില്ല. ഓക്കെ, നമുക്കിനി ഡ്രസ്സ് ഇടാം. ഡ്രസ്സ് ചുരുട്ടിക്കൂട്ടി അലമാരയിൽ വയ്ക്കുന്നത് കൊണ്ട് ഇച്ചിരി അയൺ ചെയ്യാമെന്ന് വെച്ചു. എന്നിട്ട് അയൺ ചെയ്തിട്ട് കിടും. ഇതാണ് കേട്ടോ ഡ്രസ്സ്. ഓരോ 7 ലൈൻ 4 ലൈൻ 7 ലൈൻ കുത്തി ഞാൻ നേരെ കാണിച്ചു തരാം. മുടിയിലാണെങ്കിൽ ഇന്നലെ എണ്ണ തേച്ച് രാത്രി, അതുകൊണ്ട് ഇങ്ങനെ ചപ്പിയിരിക്കും. ഇനി അത് വാഷ് ചെയ്ത് കളയാതെ ഇത് കണ്ടോ, എണ്ണയില്ല, ഒട്ടുമില്ലല്ലേ. ചേട്ടൻ വെച്ച് തന്ന ഡ്രസ്സാണ് കേട്ടോ. ഈ തുമ്പിയെ കണ്ടാണ് ഞാൻ എടുത്തത്. തുമ്പിയെ കണ്ടെടുത്തു മെറ്റീരിയൽ, പക്ഷെ എന്ന് വെച്ചാൽ ക്വാളിറ്റി ഇല്ലാത്ത തുമ്പിയായി പോയി. തുമ്പിയുടെ കളർ പോകണം എന്ന് പാലസിൽ നിന്നാണ് എടുത്തത്. പക്ഷെ കൊള്ളാം, എന്നാലും കളറിൻ്റെ ഈ തുമ്പിയുടെ കളർ പോകണം. നേരെ പിന്നെ നമുക്ക് തുമ്പിയുടെ കമ്മലിനെ ഇട്ട് കൊടുക്കാം. തുമ്പി ഇതൊക്കെ നമ്മളതിൽ സെയിലിനുള്ളതാണേ. അയ്യോ പോയി, സെയിലിനുള്ള കമ്മലാണ്. തുമ്പി വേണമെന്നുള്ളവർ പറഞ്ഞ തുമ്പി തരാം. വാലൻ തുമ്പി. എൻ്റെ മേലിടാൻ ഒരു തുമ്പി എനിക്കൊരു ചേച്ചി തന്നായിരുന്നു, എൻ്റെ ഷാനു ചേച്ചി. പക്ഷെ ആ തുമ്പിയുടെ ഒരു ആണി കാണാനില്ല. മേലിൽ നമുക്ക് തുമ്പി ഇട്ടാലോ? തുമ്പി കണ്ടുപിടിച്ചിട്ടിടാം. ഈയൊരു മേലിൽ നല്ല തുമ്പിയെ കണ്ടുപിടിക്കട്ടെ. തുമ്പി ഇതിനകത്തുണ്ടോ ആവും. കുഞ്ഞി കമ്മലൊക്കെ ഇട്ട് കമ്മലും മൂക്കുത്തിയൊക്കെ ഇട്ട് വയ്ക്കുന്ന കാക്കയാണ് ഇടയിൽ ബഹളം വയ്ക്കുന്നത്. മര്യാദയില്ലാത്ത കാക്ക. ഇല്ല മൂക്കുത്തിട്ട് പിന്നെ മൂക്കുത്തി ഇന്നലെ തുമ്മിയപ്പോൾ ഊരി വെച്ച് തുമ്മി കാക്ക ഷീറ്റാണ് നല്ല. അപ്പോഴത്തേക്ക് കാക്ക വന്നിരുന്നു തുമ്പി കണ്ടുപിടിക്കട്ടെ. നിങ്ങൾക്ക് തുമ്പിയെ കണ്ടുപിടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കുണ്ട്. എനിക്ക് കണ്ടോ തുമ്പി കാണാനില്ല. ഇതാണ് പൂർണ്ണത്തിലായ കാര്യം. ഞാൻ ഇവയെ കണ്ടുപിടിക്കുന്നു. തുമ്പിയെ പിന്നെ കണ്ടുപിടിക്കാം. മൂക്കുത്തി ഒല്ലിയ മൂക്കുത്തി.
സൂക്ഷിച്ച് എവിടെ വെച്ചിട്ടുണ്ട്, അതാണ് കാണാത്ത. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടോ കിട്ടും. വലിയ മുക്കുറ്റി. ഇതുപോലത്തെ മോതിരം. പക്ഷെ തുമ്പി മാത്രം കണ്ടില്ല. ഉണ്ട് തുമ്പി, എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് തുമ്പിയെ. അപ്പോൾ നമ്മൾ തുമ്പിയെ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഇതൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ കാണാതെ. പൊടിച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്നു ഇതിലില്ല തുമ്പി. ഈ 2 ലെയർ കൊലുസിട്ട് കൊടുക്കാമേ. 2 ലെയർ. ഇത് നമ്മളെ സെയിലിനുള്ളതാണ്. സെയിലിനുള്ളത് നമ്മൾ ഇട്ടുകൊണ്ട് നടക്കണമല്ലോ, അപ്പോഴല്ലേ എല്ലാവരും ചോദിക്കുള്ളൂ ഇതെവിടെ നിന്നാണ്. അപ്പം എൻ്റെ കയ്യിലുണ്ട് കേസ്. പക്ഷെ നല്ല ഭംഗിയുള്ള കേസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഹെഡ് ചെയിനും ഉണ്ട്. ഹെഡ് ചെയിനും നമ്മൾ ഇട്ടുകൊണ്ട് നടന്ന ആരും കാണൂല. എന്നാലും പക്ഷെ എൻ്റെ മുടിയാണ് കേസ് കുഴപ്പം. എന്നുവെച്ചാൽ എണ്ണ വവ്വാലിൻ്റെ കണക്കിരിക്കണം. പൊട്ട് വയ്ക്കാം. പൊട്ട് കല്ല് വെച്ചാൽ പൊട്ട് വയ്ക്കാം. അയ്യോ സുന്ദരി ചേക്കാൻ പ്രതീക്ഷിക്കുന്നു. ഈ കയ്യിൽ ഒന്നുമില്ല. ഇത് നമ്മുടെ കയ്യിൽ ചെയ്യുന്നുള്ളതാണ്. അതിനെന്താ എല്ലാ അതിലുള്ളത് എന്നെ എടുത്തിട്ടാണ് നടക്കുന്നത്. ആദ്യം നമ്മൾ വാങ്ങാം, എന്നിട്ട് നമ്മളെടുത്ത് ഇട്ട് നമ്മൾ പ്രസിച്ച് ഈ കൊത്ത് ബാഗിട്ട് എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല കട. കൊച്ചിൻ്റെ പോയെങ്കിൽ കൊച്ചു നമ്മൾ ഷോ കാണിക്കുന്നു. കോൺക്രീറ്റ് എന്തിനൊക്കെ കുഴപ്പങ്ങളുണ്ട്. അതാണ് കറണ്ടില്ലെങ്കിൽ നമ്മളെ കുട്ടിയൊക്കെ ഭയങ്കര കുട്ടിയാവും. തുമ്പിയുടെ മാല വേണോ? നമുക്ക് തുമ്പിയുടെ മാലയും കൂടി ഇട്ടാലോ? നമുക്ക് രണ്ടും പിടിക്കാം. തുമ്പിയുടെ മാല കൊലുസനുസരിച്ചിട്ട് കിട്ടില്ല. എൻ്റെ മാലയല്ലേ. ഇതൊക്കെ അടിപൊളി മാലയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ എടുക്കാം. മാല കിട്ടണമെങ്കിൽ ഇതുള്ള വഴി. തുമ്പി എവിടെ? തുമ്പി ഈ തുമ്പി എന്നുള്ള പേര് എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം എൻ്റെ ഒരു എനിമി എന്ന് പറയാൻ അങ്ങനെയില്ല. അന്ന് എൻ്റെ എനിമിയായിരുന്നു, എൻ്റെ പേരായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ എനിമിയല്ല കേട്ടോ. ഇന്ന് ഞാനോട് ഭയങ്കര കൂട്ടാണ്. പക്ഷേ ഈ തുമ്പി എന്നുള്ള പേര് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ മിഴി എന്നാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ മിഴി ഇപ്പോഴും എന്നെ മിഴി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ മിഴി എൻ്റെ മോളെ പേരാണ്. അപ്പം നാളൊരു കാലത്ത് അവളെ നിന്ന് അടി വാങ്ങിച്ച് പിടിക്കണ്ടല്ല എന്ന് വെച്ചാണ് ഞാൻ പേര് ഇങ്ങനെ തുമ്പി നോക്കുന്നു. ഇങ്ങനെ വേറെ പേര് കണ്ടുപിടിച്ചത്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുന്ന പേരാണ് തുമ്പി. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ തുമ്പി എന്ന് പേരിട്ട. ഇപ്പം എന്തൊരിടത്തായാലും തുമ്പി. അല്ല ഇത് തുമ്പിയുണ്ട്. അതൊന്ന് തുമ്പി. അപ്പം നമുക്കിന്ന് ഇത്രയേ ഉള്ളൂ. കാണിച്ചില്ല. ഈ ഒരു മഞ്ഞ സാൻഡിലാണ് ഇട്ട് കൊടുക്കുന്നത്.
പക്ഷെ ഹീലുണ്ട്. ഇങ്ങനെ മണ്ടേ കയറുന്നൊക്കെ ഇങ്ങനെ പാടുള്ള കാര്യമാണ്. പിന്നെ വണ്ടിയിൽ പോയി വണ്ടിയിൽ വരണത് കൊണ്ട് കുഴപ്പമില്ല. സ്റ്റൂളിലാണ്. എനിക്ക് എൻ്റെ ഇതിൽ നല്ല എനിക്ക് പൊക്കമുണ്ട്. പക്ഷെ വേറെ ആർക്കെങ്കിലും അടുത്ത് വന്നിരുന്നാലും എനിക്ക് പൊക്കമില്ല. ബാക്കിയെല്ലാം എനിക്ക് പൊക്കമൊക്കെ ഉണ്ട്. ഇതൊരു ഗുരുവായൂർ പോകുന്നിടത്ത് എനിക്ക് തയ്ച്ച് തന്നതാണ്. ഇനി ഒത്തിരി ഡ്രസ്സുണ്ട്, അതൊക്കെ തയ്ച്ച് വാങ്ങിക്കാം. ഇനി ഇത്രയേ ഉള്ളൂ.